ശ്രീ ഏലിയസ് ജോൺ, കൃത്യമായ ഒരു പോയിന്റിലേക്കാണ് ശ്രീ സതീഷ് ഗോപി സർ കൊണ്ട് എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. താങ്കൾ പറഞ്ഞു ഇതിൻ്റെ ആവശ്യകത, ഇതിൻ്റെ സാധ്യത ഒക്കെ ബോധ്യപ്പെട്ടിട്ടാണ് മാധ്യമരംഗത്ത് തിളങ്ങിയെന്ന താങ്കൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എന്നാണ്. പെട്ടെന്ന്, കാര്യം നമ്മുടെ സമയത്തിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് ഓരോ മണിക്കൂർ ചർച്ച ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്, അതിനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ആകെ കഷ്ടിച്ചൊരു മണിക്കൂറേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഇതിനായി താങ്കൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുകയോ പൂമത്ത് വിരിക്കുകയോ പട്ടുപരവതാനി വിരിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. മാത്രമല്ല, എന്തുകൊണ്ട് എന്തിന് ഇതിനെതിരെ താങ്കൾ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചു അല്ലെങ്കിൽ നാട്ടുകാരെ സംഘടിപ്പിച്ചു എന്ന് പറയുന്നു. അതുപോലെ സംഘടിപ്പിച്ച മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു ഉദ്ദേശം? എവിടെ നിന്നായിരുന്നു ഇതിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ഫണ്ടിങ്? രാജ്യത്തിനെതിരായിട്ടാണോ അതോ കേരളത്തിനെതിരായിട്ടാണോ? ഇത് കൃത്യമായും ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ ചിത്രങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ചില സംശയങ്ങൾ മാത്രമാണ്, തെളിവുകളില്ലാത്ത ചില സംശയങ്ങളായിരുന്നു എവിടെ നിന്നാണ് ഈ എതിർപ്പ് വരുന്നതെന്നുള്ളത്. സ്വാഭാവികമായും ഒരു വ്യാപാരം നടക്കുന്ന, നമ്മുടെ നാട്ടിലൊരു കട നടത്തുന്ന ആൾ പോലും തൊട്ടടുത്തൊരു കട വരുമ്പോൾ അയാൾ അസ്വസ്ഥനാകും. ഞാനതിന് എപ്പോഴും ഒരു ഉദാഹരണം പറയുന്നത്, അയാൾ കഥ പറയുമ്പോൾ ശ്രീനിവാസനും ജഗദീഷിൻ്റെ 2 ബാർബർ ഷോപ്പുകളാണ്. ജഗദീഷിൻ്റെ ബാർബർ ഷോപ്പ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കുമ്പോൾ ശ്രീനിവാസൻ നന്നാക്കാൻ ശ്രമിക്കുന്നത് പാര വയ്ക്കാൻ ശ്രമിക്കുകയാണ് ജഗദീഷ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗ്ലോബൽ മാഗ്നിറ്റ്യൂഡിലാണ് കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, സലാല, പോർട്ട്ക്ലാങ് ഇത്തരം പോർട്ടുകൾ ഇന്ത്യയുടെ കാർഗോ വരെ ഉപയോഗപ്പെടുത്തി അവർ വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്തു പോകുമ്പോൾ പുതിയൊരു തുറമുഖം ഇന്ത്യയിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ ബിസിനസ്സിനെയും അവരുടെ നിലനിൽപ്പിനെയും അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെയും തകിടം മറിക്കുന്നതാണെന്ന് വളരെ പെട്ടെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അവർക്കറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ലോകം മുഴുവൻ നടക്കുന്ന പ്രവർത്തനം തന്നെയാണ്. അവർ ഈ പ്രോജക്റ്റ് എങ്ങനെ വരാതിരിക്കാൻ പറ്റും എന്നുള്ളത് ഒരു കാർട്ടൽ ഫോം ചെയ്തുകൊണ്ട് അവർ അതിനുള്ള എല്ലാ കരുക്കളും നീക്കി. ഇതിനേക്കാൾ ശക്തമാണ് ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം ഈ പ്രോജക്റ്റിനെതിരെ നടത്തിയ നീക്കങ്ങൾ. അതിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരികയാണ്. എന്തുകൊണ്ടാണ് ചൈന ഈ രംഗത്ത് തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ടെൻഡർ കേരള ഗവൺമെൻറ് അനൗൺസ് ചെയ്ത ആദ്യത്തെ ടെൻഡറിൽ പങ്കെടുക്കുന്നത് ചൈനയിലെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, സർക്കാർ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഒരു സർക്കാർ സ്ഥാപനം മറുരാജ്യത്ത് പോയി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉണ്ടെങ്കിലേ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വിഴിഞ്ഞത്തെക്കുറിച്ച് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ചൈന അവരുടെ ടോപ്പ് ലെവൽ ഭരണകൂടത്തിൻ്റെ ലെവലിൽ തന്നെ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പോർട്ട് ഏറ്റെടുക്കണം എന്നുള്ളൊരു പൊളിറ്റിക്കൽ നീക്കം നടത്തുമ്പോൾ അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് വിഭാവന ചെയ്ത് വളർത്തി ഇന്ത്യയെ അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല അവരതിന് ശ്രമിച്ചതെന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലാണ് വിഴിഞ്ഞത്തിനെതിരെ വന്ന നീക്കങ്ങൾ. ഒന്ന്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന സമീപത്തെ പോർട്ടുകൾ, വിഴിഞ്ഞത്തെ കാർഗോ കൊണ്ട് ബിസിനസ് നടത്തുന്ന പോർട്ടുകൾ. 2, ഭാവി അപകടം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ചൈന. അപ്പോൾ ഇവർ 2 പേരും കൂടി ചേർന്ന് നമ്മുടെ നാട്ടിലുള്ള സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളെ, കേന്ദ്രങ്ങളെ ഒക്കെ വളരെ വിദഗ്ധമായി സ്വാധീനിച്ച് പദ്ധതിക്കെതിരെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പരിസ്ഥിതി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മഴയും മരങ്ങളും കാറ്റും വെറുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ സെൻസിറ്റീവ് പോയിൻ്റാണ് പിടിച്ചത്. പരിസ്ഥിതി തകർക്കും, കടൽ തകർക്കും, മത്സ്യങ്ങളെ ഇല്ലാതാക്കും. മത്സ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പം മത്സ്യങ്ങളില്ല, കടലില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ വികാരം ഉണരും. അവിടെയാണ് ഈ എതിർ ശക്തികൾ അവരുടെ ശ്രദ്ധ ചെലുത്തിയത്. അതിലൂടെ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മുടെ അക്കാഡമിക് സമൂഹം, വളരെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നവർ പോലും ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായി. എഴുത്തുകാരുടെ ഇടയിലുണ്ടായി, പ്രാസംഗികരുടെ ഇടയിലുണ്ടായി, സാംസ്കാരിക നായകന്മാരുടെ ഇടയിലുണ്ടായി, പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിൽ പോലും ഉണ്ടായി. ഇവിടെ ഈ കടൽ നശിപ്പിച്ചുകൊണ്ട്, കര നശിപ്പിച്ചുകൊണ്ട്, ശംഖുമുഖം ബീച്ച് തകർത്തുകൊണ്ട് ഒരു വികസനം വേണോ എന്നൊരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉത്തരമില്ലാതെ പലപ്പോഴും നിൽക്കേണ്ടി വന്നു. പക്ഷെ ആത്യന്തികമായി രാജ്യത്തിൻ്റെ റവന്യൂ ചോരുന്നതാണ് ഈ പ്രോജക്റ്റ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ, നാണു വിശ്വനാഥ് പറയുന്നത് പോലെ, നമ്മൾ വിഭാവന ചെയ്യുന്ന തരത്തിലുള്ള
ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലിൻ്റെ സാധ്യത മറുവശത്ത്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ എല്ലാ എതിർപ്പുകളെയും എല്ലാ ചോദ്യങ്ങളെയും നമുക്ക് നേരിടാൻ പറ്റുന്ന തരത്തിൽ വി ഹാവ് അക്യുമുലേറ്റഡ് ഇനഫ് വെപ്പൺസ്. എങ്ങനെയൊക്കെയോ അത് നടന്നു. ഞങ്ങൾ വളരെ കുറച്ച് പേരാണ്, ഒരു ശക്തിയുമില്ലാത്ത കുറച്ച് ആളുകൾ, ഒരു സാമ്പത്തികവുമില്ല, ഒരു വരുമാനവുമില്ലാത്ത കുറേ ആളുകളുടെ തീവ്രമായ ഒരു മോഹം മാത്രമാണ് ഇത്തരം സമരങ്ങളിലൂടെ ഈ വിഷയം ലൈവായിട്ട് നിർത്താൻ ഞങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചു. സർക്കാരിൻ്റെ അജണ്ടകളിൽ നിന്നും ഒഴിവാക്കി പോകാൻ, വെട്ടിമാറ്റാൻ ഞങ്ങൾ അനുവദിച്ചില്ല. എല്ലാ കാലത്തും ഈ പ്രൊജക്റ്റ് സജീവമാക്കി നിന്നു, ചർച്ചകളിലുണ്ടായിരുന്നു, മാധ്യമ ശ്രദ്ധകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ഈ 30 വർഷത്തിൽ ഒരു 10 വർഷം ഒരു പക്ഷേ അത്ര പ്രാധാന്യം കൈവന്നിട്ടില്ല. കഴിഞ്ഞ 20 വർഷം വളരെ സജീവമായി എല്ലാ ഗവൺമെൻറ്റിൻ്റെയും പ്രധാന അജണ്ടയാക്കി മാറ്റാനും അറ്റ്ലീസ്റ്റ് ടെൻഡർ നാടകങ്ങൾ പോലുള്ളതൊക്കെ ഇവിടെ നമുക്ക് കാണാനുമൊക്കെ പറ്റി. അപ്പോൾ ആ ഒരു ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയുമുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് പൊളിറ്റിക്കലായിട്ട് അവർക്ക് എതിർക്കാൻ കഴിയാതെ വന്നത്. കാരണം ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ പാർട്ടികളുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഈ മണ്ഡലം കമ്മിറ്റികൾ ഈ ലെവലിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം.